ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണമെന്ന് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, ബാറ്ററി ചെക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ മിറർ രണ്ടെണ്ണം ലെഫ്റ്റ് സൈഡിലില്ല റൈറ്റ് സൈഡിലേയും പൊട്ടിയിരിക്കണം. അപ്പോൾ 2 മിറർ സെറ്റ് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി കയറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് 2 പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് നിലവിൽ. ഒന്ന്, നമുക്ക് ഈ പെട്രോൾ സപ്ലൈ കാർബറേറ്ററിലേക്കുള്ള പെട്രോൾ സപ്ലൈ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. കാരണം നമ്മൾ സെൽഫ് അടിക്കുക കിക്കർ അടിക്കുക ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് പെട്രോൾ വരണം. അപ്പോൾ നിലവിൽ നമുക്ക് ഓൾറെഡി സെൽഫ് അല്ല. അപ്പോൾ കിക്കർ അടിക്കുന്ന സമയത്ത് തന്നെയും ആ ടൈമിലേക്ക് ഈ കാർബറേറ്ററിലേക്ക് ഫ്യൂൽ ടാപ്പിൽ നിന്ന് സപ്ലൈ വരേണ്ടതാണ്. ആ നിലവിൽ ആ ഒരു ഫംഗ്ഷൻ കംപ്ലൈൻ്റ് ആണ്. പിന്നെ അത് കൂടാണ്ട് നമുക്കപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാർബറേറ്റർ കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. കാരണം ഞാനിപ്പോൾ കാർബറേറ്റർ അഴിച്ചിട്ടില്ല, ഓൾറെഡി വണ്ടി സ്റ്റാർട്ടായി കിട്ടി. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. എഞ്ചിൻ ഓയിൽ സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ എഞ്ചിൻ സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ആകൂടിയുള്ള ഓയിലാണിത്. അപ്പോൾ എഞ്ചിനിൽ ഒട്ടും ഓയിലില്ലാത്തൊരു സിറ്റുവേഷനാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിലെ സൗണ്ടിലും വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് മിക്കവാറും പിസ്റ്റൺ സിലിണ്ടറിൽ പിടിച്ചതാവാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്ക് ആയതാണ്. അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത കാരണം എഞ്ചിൻ ഓയിലില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഓയിലഴിച്ച് ഓയിൽ മാറ്റാം, ഓയിൽ പുതിയ ഓയിൽ ഒഴിക്കാം. പക്ഷേ എന്ന് വെച്ചാൽ ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തി പോകുന്നതായിരിക്കുള്ളൂ. അതാണ് അത്രയും ലെവൽ കുറയണതിൻ്റെ ഒരു കാരണം. പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോൾ ടാപ്പ് മാറ്റിയിട്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താലാണ് അത് കറക്റ്റ് ആവുള്ളൂ, ക്ലിയർ ആവുള്ളൂ. കൂട്ടത്തിക്കൂടെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിനകത്തും അത്യാവശ്യം കാർബണിൻ്റെ അതായത് ഓയിലോട് കൂടിയിട്ടുള്ള കരിയിനകത്തുണ്ട്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് കൂടി മാറ്റിയാലാണ് അത്രയും ഫംഗ്ഷൻ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ പെട്രോളിൽ വരുന്ന അഴുക്ക് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്ലോ ജെറ്റ് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റേണ്ടി വരും. പെട്രോൾ ടാപ്പ് മാറ്റിയിട്ട് ഈ പ്ലഗ് മാറ്റിയാലാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ കേസ് നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴും ഈ പ്രോബ്ലം നമുക്ക് നിലവിൽ എഞ്ചിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഓയിലില്ലാണ്ട് ഓടിയിട്ട് പിസ്റ്റൺ പിടിച്ചാണ്ട് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ 100% സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് നോർമലായിട്ട് വർക്കാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് വണ്ടി സ്റ്റാർട്ടായിട്ട് ഓടുന്ന സമയത്ത് പുകയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. പിന്നെ സെൽഫ് എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ്. 2020 മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. വണ്ടി ബാറ്ററി ഒട്ടുമില്ല. നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ തെളിയാനായിട്ടല്ല, കണക്ഷൻ പോലും ആവണില്ല. അതിനുള്ള വോൾട്ട് പോലും ബാറ്ററിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബാറ്ററി ഞാൻ വേറെ ഒരെണ്ണം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ സെൽഫൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെൽഫിൻ്റെ കേസ് ക്ലിയർ ആയിക്കോളും. പിന്നെ മിറർ 2 വെക്കുന്ന കേസും കൂടിയും ഉൾപ്പെടുത്താം. അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അതായത് ഇപ്പോൾ സെൽഫിൻ്റെ കേസ് നമുക്ക് ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണതുകൊണ്ട് ഞാൻ ബാറ്ററിയും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ബാറ്ററി ഉൾപ്പെടുത്തുന്നുണ്ട്, 2 മിറർ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, സ്പാർക്ക് പ്ലഗും അതേപോലെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടുള്ള കാർബറേറ്റർ ക്ലീനർ, സ്ലോ ജെറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്, പെട്രോൾ ടാപ്പും പൈപ്പും കൂടിയിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ കേട്ടോ. ഇത്ര ഐറ്റം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയാലും നമുക്ക് അതനുസരിച്ച് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അഴിക്കണേക്കാളും ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു എസ്റ്റിമേറ്റ് ഇടുന്നത്. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.